വിചാരധാരയിലേക്ക് സ്വാഗതം. നമ്മുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഈ നോട്ട്ബുക്ക് ഉണ്ടാവും അല്ലേ? നോട്ട്ബുക്ക് കാണാത്തവരാരും ഉണ്ടാവില്ല. കാരണം എല്ലാവരും പഠിച്ചവരാണ്, കുട്ടികൾ പഠിക്കുന്നവരൊക്കെയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ നോട്ട്ബുക്ക് എന്താണ് എന്ന് നമ്മൾ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അതൊരു വലിയ സത്യമുണ്ട് അതിൽ അല്ലേ? ഈ നോട്ട്ബുക്കിന്റെ പുറംചട്ട, അതിൻ്റെ ഏറ്റവും പുറത്തുള്ള ചട്ട, അതിൻ്റെ ഉള്ളിലുള്ള പേജുകൾ, ഇതൊക്കെ നമ്മളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇതൊക്കെ ചില സമയത്ത് അത്ഭുതം തോന്നാറുണ്ട്. അതിൻ്റെ ആ ഒരു ഡെഫിനിഷൻ, വിശദീകരണമൊക്കെ കേൾക്കുമ്പോൾ അല്ലേ? ശരിക്കും രണ്ട് പുറംചട്ട എന്ന് പറയുന്നത് ഗുരുക്കന്മാരാണ് അല്ലേ? അതെന്താ വെച്ചാൽ നമ്മൾ പുസ്തകം തുറക്കുമ്പോൾ ആദ്യം കാണുന്നത് അതിൻ്റെ പുറംചട്ടയാണ്. അതാണ് ഗുരു എന്ന് പറയുന്നത്. അതിൽ സാധാരണ പേരൊക്കെ എഴുതി വെക്കും, നമ്മുടെ ക്ലാസ് പേരൊക്കെ. ഇത് കാണുമ്പോൾ നമുക്കൊരു പാഠം, ഇത് ഈ അധ്യായം എടുക്കുന്ന അധ്യാപകനെ, ആ ഗുരുവിനെ നമ്മുടെ മനസ്സിനുള്ളിലേക്ക് കയറി വരും. ആ പുസ്തകം കാണുമ്പോഴേ വരും. അപ്പൊ പുറംചട്ട എന്ന് പറയുന്നത് ഗുരുവാണെങ്കിൽ, പിന്നീട് തുറക്കുന്ന പേജ് എന്ന് പറയുന്നത് ബ്ലാങ്ക്, ഒഴിഞ്ഞു കിടക്കുകയാണ്. അവിടെ നമ്മുടെ കൈകൾ കൊണ്ട് നമ്മൾ അതിൽ ചില അക്ഷരങ്ങളെ ചേർത്ത് വയ്ക്കും. ഈ അക്ഷരങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിനി അല്ലെങ്കിൽ ഒരു ശിഷ്യൻ അല്ലെങ്കിൽ ഒരു ശിഷ്യ. അക്ഷരങ്ങളാണ്, നമ്മളല്ല ശരിക്കും. അപ്പൊ യഥാർത്ഥ ഭാവത്തിൽ നമ്മൾ ആ അക്ഷരങ്ങളെ ശിഷ്യനായി നമ്മളൊന്ന് ഗണിച്ചു നോക്കൂ. നമ്മൾ അറിയാതെ നമ്മൾ അങ്ങ് വളരും. ഇതാണ് നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠങ്ങളാണ് നമ്മൾ ഓരോരുത്തരും എന്ന് ചിന്തിച്ചാൽ നമ്മൾ അറിയാതെ പഠിച്ചുകൊണ്ടിരിക്കും. ആ അക്ഷരങ്ങൾ നമ്മളല്ല, നമ്മളുമായി ഒരു ബന്ധവുമില്ല എന്ന് ചിന്തിക്കുന്നവരാണ് ജീവിതത്തിൽ തന്നെ പരാജയപ്പെടുന്നത്. അപ്പോൾ ആ അക്ഷരങ്ങൾ നമ്മളാണ്, നമ്മളെന്ന അറിവാണ്. പുറംചട്ടയിലൂടെ ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ച് അക്ഷരങ്ങളാകുന്ന നമ്മൾ ഒരു അറിവിന്റെ വാതായനം തുറന്നിടുന്നതാണ് നോട്ട്ബുക്ക് എന്ന് പറയുന്നത്. ഈ നോട്ട്ബുക്കിൽ എഴുതിയതെല്ലാം ലാസ്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അമ്മയെയും അച്ഛനെയൊക്കെ ഓർത്തുകൊണ്ട് എനിക്കും നാളെ ഒരാളാകണം എന്നുള്ള നിലയ്ക്ക് എഴുതി തെളിയാൻ പറ്റും. ആ എഴുതി തെളിയുന്നതാണ് വിദ്യാഭ്യാസം, ജ്ഞാനം, വിജ്ഞാനം. നേടണ്ടേ നമുക്ക് ഓരോരുത്തർക്കും? വേണം.